ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയൊരു ചാപ്റ്റർ പഠിക്കാൻ പോവാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പം ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇൻഡസ്ട്രിയലൈസേഷൻ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ വേർഡ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന വേർഡ് ഇതിനു മുമ്പേ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്താണ് ഇൻഡസ്ട്രിയലൈസേഷൻ? നിങ്ങളൊന്ന് ഓർത്ത് വെച്ച്. ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടാവും എന്തായിരിക്കും? കുറെ ഫാക്ടറീസ്, അങ്ങനത്തെ ഒരു ചേഞ്ച് ആയിരിക്കും നിങ്ങളെ മനസ്സിൽ ഓടി വരുന്നുണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പം ഇൻഡസ്ട്രിയലൈസേഷന്റെ ഒരു പീരീഡ്, ആ ഒരു ടൈം പീരീഡ് എങ്ങനെയായിരുന്നു അല്ലെ? എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് അല്ലെ? വേൾഡിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, പെർട്ടിക്കുലർലി ഇന്ത്യയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളതെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചാപ്റ്റർ ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഓക്കെ. അപ്പൊ നിങ്ങളൊരു ഫിഗർ കാണുന്നുണ്ട് അല്ലെ? നിങ്ങളുടെ ഫസ്റ്റ് പേജിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് ഈ ഫിഗർ. ഇവിടെ ഒരു ഫിഗർ കാണുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ ഈ പിക്ചറിൽ കാണുന്നത്? ഈ പിക്ചറിനകത്ത് ഇത് E.T. പോൾ എന്ന് പറയുന്ന ഒരാള് വരച്ചിട്ടുള്ള ചിത്രമാണ് അല്ലെ? ആ ഒരു മ്യൂസിക് കവർ പേജിന്റെ പിക്ചർ ആണിത്. E.T. പോൾ വരച്ചിട്ടുള്ള പിക്ചർ ആണ്. ഇവിടെ ഒരു ഗോഡസിനെ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ? ഗോഡസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ ഉണ്ട് ഇവിടെ. ഒരു വീൽ അല്ലെ? ഒരു വീലിന്റെ മോള് നിൽക്കുന്ന ഒരു ഏജസിന്റെ എന്താ ഈ ഇമേജിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഡോൺ ഓഫ് ദി സെഞ്ചുറി എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഡോൺ ഓഫ് ദി സെഞ്ചുറി എന്ന് കൊടുത്തിട്ടുണ്ട്. കുറെ മെഷീൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു സെഞ്ചുറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലാഗ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം പിക്ചർ ആണിത്. ഓക്കെ, ഒരു ഫ്ലാഗ് ഉണ്ട്. പിന്നെ എന്താ ഉള്ളത് മക്കളെ? നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്? ഇത്രയാണ് അല്ലെ? ഇമ്പോർട്ടന്റ് ആയിട്ട് കുറെ മെഷീൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഉള്ള ഒരു പിക്ചർ. എന്താ? ഡോൺ ഓഫ് ദി സെഞ്ചുറി എന്ന് പറയുന്നത് അല്ലെ? ഒരു ഗോഡസ് ഉണ്ട്. ഗോഡസ് ഒരു ഫ്ലാഗ് പിടിച്ചിട്ടുണ്ട്. സെഞ്ചുറിയിലെ ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? കുറെ മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗോഡസ് നിൽക്കുന്നത് ഒരു വീലാണ് അല്ലെ? ഒരു വീൽ, ഒരു ടൈമിനെ കാണിക്കുന്ന ഒരു വീലിലാണ് ഗോഡസ് നിൽക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഈ പിക്ചർ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. സോ ഇൻ 1900, a popular music publisher E.T. Paul produced a music book that had a picture on the cover page announcing the dawn of the century. അപ്പം dawn of the century എന്ന് പറയുന്ന ഒരു പിക്ചർ ആണ് അവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. At the center of the picture is a goddess like figure അല്ലെ? ഒരു ഗോഡസിനെ പോലെയുള്ള ഒരു ഫിഗർ നിങ്ങൾ കണ്ടു. The angel of progress. ഏഞ്ചൽ എന്താ കാണിക്കുന്നത്? ഗോഡസ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പ്രോഗ്രസ് ആണ് അല്ലെ? ആ ഒരു കാലഘട്ടത്തില് ഒരു പ്രോഗ്രസ് കാണിക്കുന്ന ഒരു ഏഞ്ചൽ ആണ്, ഒരു ഗോഡസ് ആണ്. ഏഞ്ചൽ ഓഫ് പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു ഗോഡസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഏഞ്ചൽ ആണ് അല്ലെ? ബിയറിംഗ് ദ ഫ്ലാഗ് ഓഫ് ദി ന്യൂ സെഞ്ചുറി അല്ലെ? പുതിയൊരു സെഞ്ചുറിയിലേക്കുള്ള ഒരു ഫ്ലാഗിനെ ഇൻഡിക്കേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഗോഡസിനെയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഷീസ് ജെന്റ്ലി പെർച്ച്ഡ് ഓൺ എ വീൽ വിത്ത് വിങ്സ് സിംബിളൈസിങ് ടൈം അല്ലെ? വിങ്സ് ഉള്ള ഒരു വീലിന്റെ മുകളിലാണ് ആ ഗോഡസ് നിൽക്കുന്നത്. അതെന്താണ് സിംബലൈസ് ചെയ്യുന്നത്? ടൈമിനെയാണ് അല്ലെ? അപ്പൊ ഗോഡസ് എന്താ സിംബലൈസ് ചെയ്യുന്നത്? ഗോഡസ് സിംബലൈസ് ചെയ്യുന്നത് എന്താ മക്കളെ? ഏഞ്ചൽ ഓഫ് പ്രോഗ്രസ് അല്ലെ? പ്രോഗ്രസിനെയാണ് കാണിക്കുന്നത്. ഗോഡസ് റെപ്രസെന്റ് ചെയ്യുന്നത് പ്രോഗ്രസിനെയാണ്. ആൻഡ് ഈ വീൽ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത് മക്കളെ? ടൈം ആണ് അല്ലെ? വീൽ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ടൈം ആണ് അല്ലെ? എന്താണ് ടൈം? സിംബലൈസിങ് ടൈം അല്ലെ? വീൽ വിത്ത് വിങ്സ് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ടൈമിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു ചേഞ്ച് ആണ് അല്ലെ? ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഒരു ചേഞ്ച് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആൻഡ് ഹർ ഫ്ലൈറ്റ് ഈസ് ടേക്കിംഗ് ഹെർ ഇൻ ടു ദ ഫ്യൂച്ചർ. അപ്പം ഞാൻ പറഞ്ഞു വീൽ എന്ന് പറയുന്നത് എന്താണ്? ടൈമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വീലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. വീലുള്ള ഒരു ഇതിൽ കയറിയിട്ട് ഗോഡസ് എങ്ങോട്ടേക്കാ പോകുന്നത്? ഫ്യൂച്ചറിനെ റെപ്രസെന്റ് ചെയ്യാണ് അല്ലെ? ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് ഒരു ഇമേജ് എന്ന് പറയുന്നത്. ഫ്ലോട്ടിങ് അബൌട്ട് ബിഹൈൻഡ് ഹെർ ആർ ദി സൈൻസ് ഓഫ് പ്രോഗ്രസ്. എന്തൊക്കെ കാര്യങ്ങളാണ് അന്നത്തെ കാലത്ത് പ്രോഗ്രസിനെ റെപ്രസെന്റ് ചെയ്തിരുന്ന കാര്യങ്ങളാണ് വീല് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റി. ബാക്കിൽ കാണുന്ന ഇമേജസ് എന്നൊക്കെ പറയുന്നത് ഒരു കാലഘട്ടത്തിൽ അവര് പ്രോഗ്രസ് ആയിട്ട് കണ്ടിരുന്ന കാര്യങ്ങൾ. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അവരുടെ പ്രോഗ്രസിനെ റെപ്രസെന്റ് ചെയ്തിരുന്നത്? റെയിൽവേ, ക്യാമറ, മെഷീൻസ്, പ്രിന്റിംഗ് പ്രസ് ആൻഡ് ഫാക്ടറി. അപ്പൊ ഫാക്ടറികള്, റെയിൽവേകള്,
പ്രിന്റിംഗ് പ്രസ്സുകള്, ഇതൊക്കെ എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് വലിയൊരു പ്രോഗ്രസ് ആണ് അല്ലെ. ഈ റെയിൽവേസ് വന്നതൊക്കെ എന്താണ് ആ ഒരു സമയത്ത് എന്താണ് വലിയൊരു പ്രോഗ്രസ് ആണല്ലേ. അപ്പൊ ഈ പോളിനെ നിങ്ങൾ ഓർത്തു വെക്കണം. ആ ഒരു ഇമേജ് ഗോഡസ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? പ്രോഗ്രസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ഒരു വീൽ എന്തിനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? ആ വീൽ റെപ്രസെന്റ് ചെയ്യുന്നത് ടൈമിനെയാണ് അല്ലെ. ടൈമിനെയാണ് ഈ പോൾ വരച്ചിരിക്കുന്ന ഡോൺ ഓഫ് ദി സെഞ്ചുറി അല്ലെ. ഓക്കെ, വേറൊരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും ബുക്കിനകത്ത്. എന്താ, രണ്ട് മജീഷ്യൻസ് ഉണ്ട്. വൺ അറ്റ് ദി ടോപ്പ് ഈസ് അലാഡിൻ ഫ്രം ദി ഓറിയൻ ഹു ബിൽറ്റ് എ ബ്യൂട്ടിഫുൾ പാലസ് വിത്ത് ഹിസ് മാജിക് ലാംപ്സ് അല്ലെ. അദ്ദേഹത്തിന്റെ മാജിക് ലാംപ്സ് വെച്ചിട്ട് ആ ഒരു പാലസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾക്ക് മെയിലേ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ താഴെയായിട്ട് എന്താ കാണുന്നത്? മോഡേൺ മെക്കാനിക്കിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു മോഡേൺ മെക്കാനിക് ഉണ്ട് ഹു ഈസ് വിത്ത് മോഡേൺ ടൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്? വീവ്സ് എ ന്യൂ മാജിക്, ബിൽഡ്സ് ബ്രിഡ്ജസ്, ഷിപ്സ്, ടവേഴ്സ് ആൻഡ് ഹൈ റൈസ് ബിൽഡിംഗ് അല്ലെ. അപ്പൊ ഷിപ്പുകളും ടവറുകളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു മോഡേൺ മെക്കാനിക്കിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെ. നിങ്ങൾ ആ പിക്ചർ കണ്ടിട്ടുണ്ടോ മക്കളെ? ഏതാ ഈ പിക്ചർ? ഇതാ രണ്ട് ആൾക്കാരുണ്ട് അല്ലെ. ഒരു മജീഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പാലസ്, മാജിക് ടൂൾ വെച്ചിട്ട് ഒരു പാലസ് ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റേയാൾ എന്താണ്? ഷിപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. ഷിപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതാണ് ആ പിക്ചർ. Aladdin is shown as representing the east and the past. Aladdin എന്തിനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? പാസ്റ്റിനെയാണ് അല്ലെ. അത് വെച്ചിട്ട് എന്താണ് അവർ പാലസ് ഉണ്ടാക്കുന്നത്? ഒരു പാസ്റ്റിന്റെ റെപ്രസെന്റേഷൻ ആണ്. മെക്കാനിക് എന്താണ്? മോഡേണിറ്റി അല്ലെ. ഷിപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു മോഡേൺ മെക്കാനിക് ആയിട്ടാണ്. മോഡേണിറ്റിനെയാണ് അല്ലെ, വെസ്റ്റേൺ കൾച്ചർ അല്ലെ, വെസ്റ്റിനെ സൂചിപ്പിക്കുന്ന ഒരു മോഡേണിറ്റിനെ സൂചിപ്പിക്കുന്നതാണ് മെക്കാനിക് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ നിങ്ങൾക്ക് ഇമേജസ്? ദ മോഡേൺ വേൾഡ് ഇസ് അസോസിയേറ്റഡ് വിത്ത് റാപ്പിഡ് ടെക്നോളജിക്കൽ ചേഞ്ച് ആൻഡ് ഇന്നോവേഷൻസ്, മെഷീൻസ് ആൻഡ് ഫാക്ടറീസ്, റെയിൽവേസ് ആൻഡ് സ്റ്റീംഷിപ്സ്. അപ്പം മോഡേൺ വേൾഡ് എന്ന് പറയുന്നത് ഈ റെയിൽവേസ്, ഷിപ്പ്, ഇതൊക്കെ എന്താണ്? മോഡേണിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇതൊക്കെ എന്താണ്? ഒരു പ്രോഗ്രസിനെയാണ് അല്ലെ കാണിക്കുന്നത്, ഒരു അഡ്വാൻസ്മെന്റിനെയാണ് ഈ ഇമേജസ്. ഷിപ്പുകളാണെങ്കിലും റെയിൽവേസ് ആണെങ്കിലും ഒക്കെ എന്താ കാണിക്കുന്നത്? ഒരു പുരോഗതി അല്ലെ, ഒരു പ്രോഗ്രസിനെയാണ് അവര് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ നിങ്ങളുടെ ബുക്കിലുള്ള രണ്ട് ചിത്രങ്ങളാണല്ലേ, രണ്ട് ഇമേജസ് നിങ്ങൾ കണ്ടു. ഇ.ടി. പോളിന്റെ ഇമേജ് നിങ്ങൾ കണ്ടു. എന്തായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു ഏഞ്ചൽ ഉണ്ട് അല്ലെ, ഒരു ഗോഡസ് ഉണ്ട്. ഗോഡസ് എന്തിനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? പ്രോഗ്രസിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു വെയിലിൽ അല്ലെ, വിങ്സ് ഉള്ള ഒരു വെയിലിൽ ചവിട്ടിയിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഒരു ഫ്യൂച്ചറിനെ നോക്കിക്കാണുന്നതാണ്. ഗോഡസിന്റെ ബാക്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും? പ്രോഗ്രസിനെ കാണിക്കുന്ന ഒരുപാട് ഷിപ്പുകളും കാര്യങ്ങളും മെഷീൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് രണ്ട് ആൾക്കാരുണ്ടായിരുന്നു. ഒരു മജീഷ്യൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മാജിക്കൽ ടൂൾ വെച്ചിട്ട് ഒരു പാലസിനെ ഉണ്ടാക്കി. അതേസമയം അറ്റ് ദ സെയിം ടൈം എന്താ സംഭവിച്ചിട്ടുള്ളത്? ഒരു മെക്കാനിക് എന്താ ചെയ്തത്? ഷിപ്പുകൾ ഉണ്ടാക്കി. വേറെ എന്തൊക്കെ കാര്യങ്ങളാ? ഫാക്ടറീസ്, ഇങ്ങനെയൊക്കെ അഡ്വാൻസ്മെന്റിലെ കാര്യങ്ങളാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ രണ്ട് ഇമേജസ് ആണ് നിങ്ങളുടെ ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഈ ഇമേജ് ക്ലിയർ അല്ലേ മക്കളെ? യെസ്. ഇനി ബിഫോർ ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ പഠിക്കണം. അപ്പം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ബിഫോർ ദി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ? നമുക്ക് നോക്കാം. വി ഓഫൻ അസോസിയേറ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ വിത്ത് ദി growth of factory industry, and when we talk of industrial workers we mean factory workers. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ എന്താ കോറിലേറ്റ് ചെയ്യുക? കുറെ ഫാക്ടറീസ് ഉണ്ട്. ആൻഡ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓർക്കുക ആരെയാണ്? ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ. ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഓർക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുന്നത് കുറെ ഫാക്ടറീസിനൊക്കെയാണ് നമ്മൾ ഓർക്കുന്നത്. പക്ഷെ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സിനെയാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടാവുക. Even before factories began to do the landscape in England and Europe, there was large-scale industrial production for an international market. അല്ലേ? ഒരു ഇന്റർനാഷണൽ മാർക്കറ്റ്. ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഈ ഫാക്ടറീസ് വരുന്നതിന് മുമ്പ്
ഫാക്ടറീസ് വന്നതോടുകൂടി എന്താ അഡ്വാൻസ്മെന്റ് ഉണ്ടായിട്ടുള്ളത്? ഫാക്ടറീസ് വന്ന സമയത്ത് എന്താ അഡ്വാൻസ്മെന്റ് ഉണ്ടായിട്ടുള്ളത്? ഫാക്ടറീസ് വന്ന സമയത്ത് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി അല്ലേ? പെട്ടെന്ന് കുറഞ്ഞ ചെലവില് കുറഞ്ഞ ആൾക്കാർ മതി അല്ലേ? ലേബർ, ഹ്യൂമൻ പവർ കുറച്ച് മതി, ബാക്കിയൊക്കെ മെഷീൻസ് അങ്ങ് ചെയ്തോളൂ അല്ലെ? ഹ്യൂമൻ പവർ കുറച്ച് മതി, മെഷീൻസ് അങ്ങ് ചെയ്തു. അതാണ് ഫാക്ടറി വന്നത് കൊണ്ടുള്ള അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫാക്ടറീസ് വരുന്നതിന് മുമ്പ് ഇവിടെ സാധനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ മക്കളെ? ഫാക്ടറി വന്നപ്പോഴും മാത്രമാണോ ക്ലോത്തുകളും ഡ്രസ്സുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്? അല്ല. ഫാക്ടറീസ് വരുന്നതിന് മുമ്പ് എന്തുണ്ട്? ഡ്രസ്സുകൾ ഉണ്ടാക്കുന്നുണ്ട്, മില്ല് കോട്ടന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? നമുക്ക് വേണ്ട സാധനങ്ങള് നമ്മൾ ഫാക്ടറി വരുന്നതിന്റെ മുമ്പും നമ്മൾ ഉണ്ടാക്കിയിരുന്നു. ഫാക്ടറി വന്ന സമയത്ത് എന്താ സംഭവിച്ചത്? ഒരു അഡ്വാൻസ്മെന്റ് ആണ് അല്ലെ? കുറേ പ്രോഡക്ട്സ് ഒരേ സമയത്ത് കുറഞ്ഞ ടൈം യൂസ് ചെയ്തിട്ട്, കുറഞ്ഞ വർക്കേഴ്സിനെ യൂസ് ചെയ്തിട്ട്, മെഷീന്റെ ഹെൽപ്പോട് കൂടി കുറേ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഫാക്ടറി വന്നതുകൊണ്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. പക്ഷെ ഫാക്ടറി വരുന്നതിന്റെ മുമ്പ് എന്തുണ്ട്? നമ്മൾ കുറെ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? നമുക്ക് വേണ്ട സാധനങ്ങള് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് വരെ നമ്മൾ ഇറക്കുന്ന സാധനങ്ങളുണ്ട്. ആൻഡ് അങ്ങനത്തെ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ എന്നല്ല പറയാ, പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ എന്നാണ് പറയാ. എന്താ മക്കളെ പറയാ? പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പൊ എന്താ പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും നിങ്ങളുടെ അടുത്ത്, വാട്ട് ഈസ് പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന്. എന്താ പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ even before factories began to do the landscape in England and Europe, there was large scale industrial production for an international market. This was not based on factories, and this phase of industrialization are known as പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പം അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയലൈസേഷനാണ് എന്ത് പറയുന്നത്? ഫാക്ടറീസിന്റെ ഹെൽപ്പ് അല്ലാതെ കൂടി ഹ്യൂമൻ പവർ ഉപയോഗിച്ചിട്ട് അല്ലെ? മനുഷ്യന്റെ കഴിവ് അല്ലെ? മനുഷ്യന്മാർ എന്തെങ്കിലും ഹാൻഡ് മെയ്ഡ് ആയിട്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? അതിനെയാണ് എന്ത് പറയുന്നത്? പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. In the 17th and 18th centuries, merchants from the towns in Europe began moving to the countryside, supplying money to peasants and artisans, persuading them to produce for an international market. But merchants could not expand production within towns. This was because here urban crafts and trade guilds were powerful. അപ്പൊ എന്താ അറിയോ മക്കളെ പറയുന്നത്? മർച്ചൻസ് ഉണ്ടായിരുന്നു അല്ലെ? വ്യാപാരികളുണ്ട്. മർച്ചൻസ് എന്ന് പറഞ്ഞാൽ ആരാ? വ്യാപാരികള്. അപ്പൊ വ്യാപാരികൾ ഉണ്ടായിരുന്നു. വ്യാപാരികളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? കുറെ പൈസയൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? അവർ വ്യാപാരം ചെയ്തിട്ടുള്ള അവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? കുറെ പൈസയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വ്യാപാരികൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വ്യാപാരികൾ മിക്കവാറും ടൗൺസിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അവരെന്ത് ചെയ്തു? കൺട്രി സൈഡിൽ വന്നിട്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് അവർക്ക് വേണ്ട സാധനങ്ങളും റോ മെറ്റീരിയലും പൈസയൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്തു? അവരോട് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു അല്ലെ? കൺട്രി സൈഡിൽ വന്നിട്ട് അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് മെർച്ചൻസ് എന്ത് പറഞ്ഞു? കുറച്ച് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ തരാം, നിങ്ങൾ പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് തരണം, നമ്മളത് എവിടെ പോയിട്ട് വിൽക്കും? അവരത് ടൗൺ ഏരിയയിൽ പോയിട്ട് വിറ്റോളാം എന്നുള്ളൊരു ഇതിൽ വരികയാണ്. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ടൗൺ ഏരിയയിൽ മെർച്ചൻസ് പോയ സമയത്ത് ടൗൺ ഏരിയയിൽ ആരുണ്ട് മക്കളെ? ഗിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. ടൗൺ ഏരിയയിൽ ഗിൽഡ്സ് ഉണ്ടായിരുന്നു. അപ്പം ഗിൽഡുകൾ എന്ത് ചെയ്തു? അവർക്കാണ് എന്തുള്ളത്? കൂടുതൽ പവർ ഉണ്ടായിരുന്നത്. അപ്പം മെർച്ചൻസ് എന്ത് ചെയ്യാണ്? പെസൻസിന്റെ അടുത്ത് പോയിട്ട് അല്ലെ? മെർച്ചൻസ് എന്ത് ചെയ്യാണ്? അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവരോട് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി പറയാണ്. കൺട്രി സൈഡിൽ അല്ലെ? കൺട്രി സൈഡിൽ പോയിട്ട് എന്ത് കൊടുക്കും? മെറ്റീരിയൽസ് ഒക്കെ കൊടുത്തിട്ട്, അതിന് വേണ്ട സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട്, മെറ്റീരിയൽസ് ഒക്കെ കൊടുത്തിട്ട് പ്രോഡക്ട്സ് ഉണ്ടാക്കുകയാണ്. അവരെന്ത് ചെയ്യുന്നിട്ട് ടൗണിൽ പോയിട്ട് അത് വിൽക്കും. പക്ഷെ ടൗൺ ആരാ മക്കളെ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഗിൽഡുകളായിരുന്നു അല്ലെ? ടൗൺ ആരാ ഓൺ ചെയ്തിരുന്നത്? ഗിൽഡുകളായിരുന്നു. ഗിൽഡ് അല്ലെ? തൊഴിലില്ല ഓരോ തൊഴിലും അതിന്റെ ടോപ്പിൽ നിൽക്കുന്ന തൊഴിൽ ഇതിനെയാണ് എന്ത് പറയാ? ഗിൽഡ് എന്ന് പറയാ. അപ്പം റൂളേഴ്സ് ഗ്രാന്റഡ് ഡിഫറെന്റ് ഗിൽഡ്സ് the monopoly right to produce and trade in specific products. അപ്പം ചില സ്പെസിഫിക് പ്രോഡക്ട്സ്
വിൽക്കാൻ വേണ്ടിയിട്ട് റൂളേഴ്സ് ആർക്കായിരുന്നു മോണോപോളി റൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഗിൽഡുകൾക്കായിരുന്നു അല്ലെ. അപ്പം ടൗൺ ഏരിയയില് ഗിൽഡുകളായിരുന്നു സാധനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? അതിനുള്ളൊരു മോണോപോളി റൈറ്റ് റൂളേഴ്സ് ഗിൽഡുകൾക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഗിൽഡുകളുടെ ഒരു ഭരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഈ മെർച്ചന്റ്സിന് അവരുടെ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലെ. ഗിൽഡുകള് റൂൾ ചെയ്യുന്ന ഒരു സ്ഥലത്ത് മെർച്ചന്റ്സിന് അവരുടെ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അവരെന്താ ചെയ്തത്? ഇറ്റ് വാസ് therefore difficult for new merchants to set up business in towns. So they turned into the countryside. അപ്പം അവർക്ക് എന്താണ്? അവര് കൺട്രി സൈഡിലുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ടൗൺസിൽ എന്താണ് ഗിൽഡുകളുടെ ഒരു മോണോപോളി ഉള്ളത് കാരണം അവർക്ക് അവിടെ സാധനങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റിയില്ല, വിൽക്കാൻ വേണ്ടി പറ്റിയില്ല. അവർ തിരിച്ച് കൺട്രി സൈഡിലേക്ക് പോവാണ്. കൺട്രി സൈഡിൽ എന്താ മക്കളെ സംഭവിക്കുന്നത്? In the countryside, poor peasants and artisans began working for merchants. അല്ലെ, മെർച്ചൻസ് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പെസൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രി സൈഡില് മെർച്ചൻസിന് വേണ്ടിയിട്ട് വേണ്ട ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. Cottagers and poor peasants who had earlier depended on common lands for their survival, gathering their firewood, berries, vegetables, hay and straw, had to now look for alternative sources of income. അപ്പം ഈ മെർച്ചൻസ് വരുന്നതിന്റെ മുമ്പ് ഈ പെസൻസ് എങ്ങനെയാ ജീവിച്ചിരുന്നത്? അവർക്ക് കുറച്ച് ലാൻഡ് ഒക്കെ ഉണ്ട്, അവർ ചെറിയ ചെറിയ കൾട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചതായിരുന്നു. മെർച്ചൻസ് വന്നിട്ട് അവരോട് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞ സമയത്ത് അവരെന്ത് ചെയ്യാണ്? അവര് മെർച്ചൻസ് കൊടുക്കുന്ന സാധനങ്ങളും പൈസയൊക്കെ വെച്ചിട്ട് അവര് പ്രോഡക്ട്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. Many had tiny plots of land which could not provide work for all members of the household. അപ്പം ചെറിയ ചെറിയ പ്ലോട്ടുകളായിരുന്നു കുറെ ആൾക്കാർക്ക്. കൺട്രി സൈഡില് കുറെ ആൾക്കാർക്ക് ചെറിയ കുഞ്ഞി പ്ലോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എന്താ പറ്റിയത്? ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ജോലി ചെയ്യാൻ വേണ്ടി പറ്റൂല. ചെറിയ സ്ഥലം അല്ലേ, കുഞ്ഞി പ്ലോട്ടല്ലേ. അപ്പം എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ആ പ്ലോട്ടില് ജോലി ചെയ്യാൻ വേണ്ടി പറ്റില്ല. So when merchants came around and offered advances to produce goods for them, peasant households eagerly agreed. അപ്പൊ മെർച്ചൻസ് വന്നിട്ട് എന്താ പറയുന്നത്? നിങ്ങൾക്ക് വേണ്ട സൗകര്യമൊക്കെ ഞാൻ ചെയ്തു തരാം, നിങ്ങള് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്താ ഉള്ളത്? ഈ പെസൻസിന് എന്താ ഉള്ളത്? കുറച്ച് കൺട്രി സൈഡിൽ കുറച്ച് ചെറിയ ചെറിയ പ്ലോട്ടുകളായിട്ടുള്ള ലാൻഡ് ആണുള്ളത്. അവിടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്ക് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം മെർച്ചൻസ് ഇങ്ങനെ ഒരു കാര്യം ഓഫർ ചെയ്ത സമയത്ത് എന്ത് ചെയ്യാണ്? പെസൻസ് എഗ്രി ചെയ്യാണ്. ഓക്കെ, നമ്മള് എല്ലാ ആൾക്കാരും ഇൻവോൾവ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു തന്നോളാം എന്ന് പറയാണ്. By working for the merchants, they could remain in the countryside and continue to cultivate their small plot. അപ്പം മെർച്ചൻസ് വന്ന സമയത്ത് അവർക്ക് ടൗൺ ഏരിയയിൽ പോവേണ്ടി വന്നോ? ഇല്ല അല്ലെ. അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് അവരുടെ കുഞ്ഞി പ്ലോട്ടുകളിൽ അവർക്ക് കൾട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യാം. മെർച്ചൻസിന് വേണ്ടിയിട്ട് അവർക്ക് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പൊ രണ്ട് കാര്യങ്ങളും അവർക്ക് നടക്കും അല്ലെ. സോ ഇൻകം ഫ്രം പ്രോട്ടോ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. അപ്പം പ്രോട്ടോ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയാൻ കാരണം എന്താ? ഇവരിവിടെ മെഷീൻസ് ആണോ യൂസ് ചെയ്യുന്നത്? ഈ പെസൻസ് മെഷീൻസ് യൂസ് ചെയ്തിട്ടാണോ ഉണ്ടാക്കുന്നത്? അല്ല അല്ലെ. അവര് എന്താണ്? അവര് മെഷീൻസ് ഒന്നും ഇല്ലാതെ ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ മെർച്ചൻസ് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും അല്ലെ. അതിന് വേണ്ട മണി സോഴ്സ് ഒക്കെ ആര് കൊടുക്കും? മെർച്ചൻസ് കൊടുക്കും. അപ്പം ഈ ഇൻകം ഫ്രം പ്രോട്ടോ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ സപ്ലിമെന്റഡ് ദർ ഷ്രിങ്കിങ് ഇൻകം ഫ്രം കൾട്ടിവേഷൻ. അപ്പം കൃഷി ചെയ്യുന്ന ഒരു വരുമാനത്തിന്റെ കൂടെ ഇവരെന്ത് ചെയ്യാണ്? പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ വഴിയും അവർക്ക് ഒരു ഇൻകം കിട്ടുകയാണ് അല്ലെ സാധാരണക്കാർക്ക്. ഇറ്റ് ഓൾസോ അലൗഡ് ദം എ ഫുള്ളർ യൂസ് ഓഫ് ദെയർ ഫാമിലി ലേബർ റിസോഴ്സസ്. അപ്പം ഫാമിലി ലേബേഴ്സിന് ഇപ്പൊ കുഞ്ഞി പ്ലോട്ട് ആയതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ കൃഷി ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതേ സമയത്ത് പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷനും കൂടി വന്ന സമയത്ത് അവർക്ക് രണ്ട് ജോലിയും ചെയ്യാൻ പറ്റും. എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ എന്ത് ചെയ്യാനും പറ്റും? ഇൻവോൾവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണോ മക്കളെ പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ? Within this system, a close relationship developed between the town and the countryside അല്ലെ. അപ്പൊ മെർച്ചൻസ് എവിടെയുള്ളതാ? ടൗണിലുള്ള ആളാണ്. ടൗണിലുള്ള മെർച്ചൻസ് വന്നിട്ട് കൺട്രി സൈഡിലോ വേണ്ട ആൾക്കാർക്ക് അതിന് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അതിന് പകരമായിട്ട്
കൺട്രി സൈഡിലുള്ള ആൾക്കാര് പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ വഴി മെർച്ചൻസ് വേണ്ട ഗുഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം മെർച്ചൻസും കൺട്രി സൈഡിലുള്ള ആൾക്കാരും തമ്മിൽ എന്ത് വരികയാണ്, ആ ഒരു നല്ലൊരു റിലേഷൻ വരികയാണ് അല്ലെ ചെയ്യുന്നത്. Merchants were based in towns, but the work was done mostly in the countryside. അല്ലെ ഞാൻ പറഞ്ഞു, മെർച്ചൻസ് എവിടെയുള്ളത്, ടൗണിലാണുള്ളത്. വർക്ക് എവിടെയാണ് ചെയ്യുന്നത്, കൺട്രി സൈഡിലാണ് ചെയ്യുന്നത്. The finishing of clothes was done in London. Before the export, merchants sold the cloth in the international market. London in fact came to be known as a finishing center. അപ്പം ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒരു ഫിനിഷിംഗ് സെന്റർ ആയിട്ട് എവിടേക്ക് എത്തുന്നത്, ലണ്ടനിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ലണ്ടൻ നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. This proto-industrial system was thus a part of a network of commercial exchanges. It was controlled by merchants and the goods were produced by a vast number of producers working within their family farms, not in factories. അപ്പം ഈ പെസൻസിന്റെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ യൂസ് ചെയ്തിട്ട്, ഹ്യൂമൻ പവർ യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യാണ്, പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ വഴി പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുകയാണ് അല്ലെ. അവർ ഫാക്ടറീസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. At each stage of production, 20 to 25 workers were employed by each merchant. This meant that each clothier was controlling hundreds of workers. അപ്പം ഓരോരോ വർക്ക് വരുമ്പോഴും ഒരു 20-25 വർക്കേഴ്സിനെ മെർച്ചൻസ് എന്ത് ചെയ്യാണ്, എംപ്ലോയ് ചെയ്യാണ് അല്ലെ. അങ്ങനെ അവരുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് അല്ലെ. പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അതിനകത്ത് പഠിച്ചത്? എന്താ പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷനകത്ത് നിങ്ങൾ പഠിച്ചത്? നിങ്ങൾ ഓർത്ത് നോക്കിയേ, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്ന്. ഫസ്റ്റ് തന്നെ നമ്മൾ പഠിച്ചു, മെഷീൻസിന്റെ അല്ലെങ്കിൽ ഫാക്ടറീസിന്റെ ഹെൽപ്പ് ഇല്ലാതെ എന്ത് ചെയ്യാണ്, വേണ്ട പ്രോഡക്ട്സ് ഗുഡ്സ് ഒക്കെ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത്. മെർച്ചൻസ് ഇൻ ടൗൺ ഏരിയ അല്ലെ. മെർച്ചൻസ് ഇൻ ടൗൺ ഏരിയ എന്ത് ചെയ്തു, മെർച്ചൻസ് ഇൻ ടൗൺ ഏരിയ എന്ത് ചെയ്തു, കൺട്രി സൈഡിലേക്ക് എന്ത് ചെയ്തു, കൺട്രി സൈഡിലേക്ക് വന്നിട്ട് അവരോട് പെസൻസിനോട് എന്ത് പറഞ്ഞു, ആസ്ക്ഡ് ഫോർ പ്രൊഡക്ഷൻ അല്ലെ. ആസ്ക്ഡ് ഫോർ പ്രൊഡക്ഷൻ. എന്നിട്ട് എന്തായിരുന്നു അവരുടെ പ്ലാൻ എന്തായിരുന്നു? അവരുടെ പ്ലാൻ എന്തായിരുന്നു? അവർക്ക് എന്ത് ചെയ്യണമായിരുന്നു, ടൗൺ ഏരിയയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഡക്ട്സ് ഒക്കെ അവർക്ക് പോയിട്ട് ടൗൺ ഏരിയയിൽ കൊണ്ടുപോയിട്ട് വിൽക്കണം അല്ലേ. സോൾഡ് ഇൻ ടൗൺ ഏരിയ. അപ്പം സോൾഡ് ഇൻ ടൗൺ ഏരിയ അതായിരുന്നു അവരുടെ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ അത് നടന്നോ മക്കളെ? അത് നടന്നോ? അത് നടന്നില്ല. എന്തുകൊണ്ടായിരുന്നു നടക്കാതിരുന്നത്? ടൗൺ ഏരിയ ആരായിരുന്നു ഓൺ ചെയ്തിരുന്നത്? ടൗൺ ഏരിയ ഓൺഡ് ബൈ അല്ലെങ്കിൽ റൂൾഡ് ബൈ ആരായിരുന്നു? ഗിൽസ് ആയിരുന്നു അല്ലെ. ഗിൽസ് ആയിരുന്നു അതിനുള്ള മോണോപ്പൊളി റൈറ്റ് ഉണ്ടായിരുന്നത്. ടൗൺ ഏരിയയിൽ സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നതിനൊക്കെ ആർക്കായിരുന്നു റൈറ്റ് ഉണ്ടായിരുന്നത്? ഗിൽസിനായിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്തു? അവര് വീണ്ടും എന്ത് ചെയ്തു? എങ്ങോട്ടേക്ക് വന്നു? അവര് റിട്ടേൺ ഇൻ ടു എവിടേക്ക് വന്നു? കൺട്രി സൈഡ് അല്ലെ. റിട്ടേൺ ടു കൺട്രി സൈഡ്. റിട്ടേൺ ടു കൺട്രി സൈഡ്. അപ്പം ഈ മെർച്ചൻസും ടൗൺ ഏരിയയിലുള്ള മെർച്ചൻസും കൺട്രി സൈഡിലുള്ള പെസൻസും തമ്മിൽ എന്ത് ചെയ്യാണ്? ഒരു നല്ലൊരു റിലേഷൻ ഉണ്ടാവുകയാണ്. ഓൾസോ ഇത് കൺട്രി സൈഡിലുള്ള ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിരുന്നില്ലേ മക്കളെ? കൺട്രി സൈഡിലുള്ള ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിരുന്നോ അല്ലയോ? ആയിരുന്നു അല്ലേ. പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ കൺട്രി സൈഡിലുള്ള ആൾക്കാർക്ക് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രി സൈഡിലുള്ള ആൾക്കാർക്ക് കുഞ്ഞി ചെറിയ ചെറിയ പ്ലോട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ മെർച്ചൻസ് വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ഓഫർ ചെയ്ത സമയത്ത് അവർക്ക് ഫാമിലിന്റെ മൊത്തം ആൾക്കാരെ ഇൻവോൾവ് ചെയ്തിട്ട് അവർക്ക് ചെറിയൊരു എമൗണ്ട് ആയിരുന്നു അവരുടെ കൾട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അവരുടെ ലാൻഡില്. ഇതിന്റെ കൂടെ പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ വഴി അവർക്ക് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് മെർച്ചൻസും കൂടെ എന്ത് ചെയ്യാണ്? ഒരു അഡീഷണൽ ഇൻകം അവർക്ക് കൊടുക്കുകയാണ്. അപ്പൊ അത് അവർക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു അല്ലെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രോട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു? മെർച്ചൻസ് എന്ത് ചെയ്തു? ഇതിന്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ എവിടെ പോയി ചെയ്തു? ലണ്ടനിൽ പോയിട്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ അകത്ത് നമുക്ക് പറയാനുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം.
ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷനകത്ത് മെർച്ചൻസ് കൺട്രീസ് ആയിട്ട് തമ്മിലുള്ളൊരു റിലേഷൻ ആണ്. ആൻഡ് ഫാക്ടറീസിന്റെ ഹെൽപ്പ് ഇല്ലാതെ അവരെന്ത് ചെയ്യാണ്, പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ കമ്മിങ് അപ്പ് ഓഫ് ദി ഫാക്ടറി. അപ്പം ഇനി ആര് വരികയാണ് മക്കളെ? ഫാക്ടറീസ് വരാൻ പോവാണ് കേട്ടോ. ഫാക്ടറീസ്, കമ്മിങ് അപ്പ് ഓഫ് ദി ഫാക്ടറി. The earliest factories in England came up by the 1730s. അപ്പം ഇംഗ്ലണ്ടില് ഫാക്ടറീസ് എപ്പോഴാണ് മക്കളെ വരുന്നത്? 1730s ഇംഗ്ലണ്ടില് ഫാക്ടറീസ് വരുന്നത്. But it was only in the late 18th century that the number of factories multiplied. അപ്പം 1730s ഫാക്ടറി വന്നിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് ഫാക്ടറീസിന്റെ എണ്ണം കൂടുന്നത് എപ്പോഴാണ്? ലേറ്റ് 18th centuryയിലാണ് ഫാക്ടറീസിന്റെ എണ്ണം കൂടുന്നത്. ഫസ്റ്റ് സിമ്പിൾ ഓഫ് ദി ന്യൂ എറ വാസ് കോട്ടൺ. അപ്പൊ ഫാക്ടറീസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പുതിയൊരു ആളെ ഏറ്റവും ഇൻവോൾവ് ആയിട്ടുള്ള ആളാരാണ്? ആദ്യമായിട്ട് കോട്ടൺ പ്രോഡക്ട്സ് ആണ്, കോട്ടൺ ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇറ്റ്സ് പ്രൊഡക്ഷൻ ബൂംഡ് ഇൻ ദി ലേറ്റ് 19th century. അപ്പം ലേറ്റ് 19th centuryയിൽ കോട്ടന്റെ പ്രൊഡക്ഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. In 1760, Britain was importing 2.5 million pounds of raw cotton to feed its cotton industry. അപ്പം 1760 എത്രയായിരുന്നു? 2.5 million pounds ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? ആൻഡ് ബൈ 1787 അല്ലേ, 1787 ആയ സമയത്ത് എന്താ സംഭവിച്ചത്? ദിസ് ഇമ്പോർട്ട് സോ ടു 22 million pounds അല്ലെ, 22 million pounds ആയിട്ട് മാറി. അപ്പം 1760 1787 അല്ലെ, അറൌണ്ട് ഒരു 17 years ആയ സമയത്തേക്ക് എത്ര ടൈംസ് ആണല്ലേ? ഓൾമോസ്റ്റ് 10 ടൈംസിനേക്കാളും 10 ടൈംസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? വ്യത്യാസം ഉണ്ട് അല്ലെ, 22 ആയിട്ട് മാറി. This increase was linked to a number of changes within the process of production. അപ്പം എന്താണ് ആ ഒരു കാലഘട്ടത്തില് വലിയൊരു ചേഞ്ച് പ്രൊഡക്ഷൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ്. ഇനി നമ്മൾ അവിടെ എന്തൊക്കെ ചേഞ്ചസ് ആണ് കണ്ടിട്ടുള്ളതെന്നാണ് നോക്കാൻ പോകുന്നത്. A series of inventions in the 18th century increased the efficacy of each step of the production process. അപ്പം കുറെ കാര്യങ്ങൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. They enhanced the output per worker, enabling each worker to produce more, and they made possible the production of stronger threads and yarn. അപ്പം അവര് സ്ട്രോങ്ങർ ത്രെഡ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാണ്? എല്ലാ എംപ്ലോയീസിനെയും എല്ലാ ആൾക്കാരും എന്ത് ചെയ്യാണ്? യൂസ് ചെയ്തിട്ട് അവര് പ്രൊഡക്ഷൻ നടത്തുകയാണ്. Then Richard Arkwright created the cotton mill. അപ്പം റിച്ചാർഡ് ആർക്രൈറ്റ് എന്ത് ഫോം ചെയ്യാണ്? എന്ത് ഫോം ചെയ്യാണ്? ഒരു കോട്ടന്റെ മില്ല് അല്ലേ, ഒരു കോട്ടൺ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോട്ടന്റെ മില്ല് ഉണ്ടാക്കുകയാണ്. Till this time, cloth production was spread all over the countryside and carried out within village household. ആ ഒരു സമയത്ത് ഈ ക്ലോത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രി സൈഡിലും വില്ലേജ് ഹൗസ് ഹോൾഡ്സിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. But now the costly new machine could be purchased, set up and maintained in the mill. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? കോട്ടൺ മില്ല് കണ്ടുപിടിച്ചു റിച്ചാർഡ് ആർക്രൈറ്റ്. എന്നിട്ട് എന്താണ്? ഈ മെഷീൻസിലേടായി പ്രോഡക്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട മെഷീൻസ് ഉണ്ട് അല്ലെ, ഈ മെഷീൻസിന് ഭയങ്കര പൈസയാണ്. ആൻഡ് ഓൾസോ ഈ മെഷീൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഭയങ്കര കോസ്റ്റ് ആണ്. അതിന് ഭയങ്കര പൈസയാണ്. ആൻഡ് അതിന്റെ മെയിൻ്റനൻസ് എന്താണ്? കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പം പക്ഷേ ഈ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാകുമ്പം ഈ മെയിൻ്റനൻസിനൊക്കെ പൈസ കൊടുക്കണോ? വേണ്ട അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആദ്യമായിട്ടൊരു മെഷീൻ വരികയാണ്, മെഷീൻ വരുന്ന ആ മെഷീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നല്ല പൈസയുണ്ട്. ആൻഡ് ഓൾസോ മെഷീന് മെയിൻ്റനൻസിന് എന്തുണ്ട്? ഭയങ്കര പൈസയുണ്ട്. ആൻഡ് within the mill, all the processes were brought together under one roof and management. This allowed a more careful supervision over the production process, a watch over quality, and the regulation of labor, all of which had been difficult to do when production was in the countryside. അപ്പം ഈ ഒരു മില്ലിന്റെ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത്, this
allowed a more careful supervision over the production process. അപ്പം എന്താണ് പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ മുകളിൽ കൂടുതലായിട്ടുള്ളൊരു സൂപ്പർവിഷൻ വേണ്ടി വന്നു. വാച്ച് ഓവർ ക്വാളിറ്റി ആൻഡ് ദ റെഗുലേഷൻ ഓഫ് ലേബർ ഓഫ് all of which had been difficult to do when production was in the countryside. അപ്പൊ കൺട്രി സൈഡിലായപ്പം ഇതൊക്കെ എന്തായിരുന്നു, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമായിരുന്നു അല്ലെ. ഓക്കെ, ഇൻ ദ ഏർലി 19th century factories increasingly became an intimate part of the English landscape. അപ്പം 19th century സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫാക്ടറി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ട് മാറുകയാണ് ഇംഗ്ലണ്ടില്. So visible were the imposing new mills, so magical to be the power of new technology that contemporaries were dazzled. അപ്പം ഇൻഡസ്ട്രിയൽ ചേഞ്ചസിന്റെ പേസുകൾ, ദ പേസ് ഓഫ് ഇൻഡസ്ട്രിയൽ ചേഞ്ച് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇൻഡസ്ട്രി വളരുന്ന സമയത്ത് അല്ലെ എങ്ങനത്തെ ഏതൊക്കെ ചേഞ്ചസിലൂടെയാണ് ഏതൊക്കെ പേസസ് ആണ് ഉള്ളത് അല്ലെ. പേസ് ഓഫ് ഇൻഡസ്ട്രിയൽ ചേഞ്ച് ആണ് നമ്മൾ ഇനി നോക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ കണ്ടു ഫാക്ടറീസ് വന്നു അല്ലെ, മെഷീനൊക്കെ വന്നു. അപ്പം എങ്ങനെയാണ് ഈ ഒരു ട്രാൻസിഷൻ അല്ലെ പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻഡസ്ട്രിയലൈസേഷനിലേക്കുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് പോയിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് എന്താ സംഭവിക്കുന്നത്, ഫസ്റ്റ് സിമ്പിൾ ആണിത്. ഈ 4 സ്റ്റേജ് 4 പേസ് ആയിട്ട് പഠിക്കുന്ന 4 സ്റ്റേജസ് ആണ്. സിമ്പിൾ ആയിട്ട് ഓർത്തെക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. The most dynamic industries in Britain were clearly cotton and metals. അപ്പം ഏറ്റവും ഡൈനാമിക് ആയിട്ടുള്ള ബ്രിട്ടൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കോട്ടനും ഏതുമാണ്, മെറ്റലുമാണ്. Growing at a rapid pace, cotton was the leading sector in the first phase of industrialization up to 1840s. അപ്പം ഫസ്റ്റ് ഒക്കെ 1840s വരെയൊക്കെ ആരായിരുന്നു ലീഡ് ചെയ്തിരുന്നത് ഇൻഡസ്ട്രി? കോട്ടൺ ആയിരുന്നു ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആഫ്റ്റർ ദാറ്റ് ദി അയേൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ലെഡ് ദ വേ. അപ്പം അതിനുശേഷം മെറ്റൽസ്, അയേണും സ്റ്റീലൊക്കെയാണ്. കോട്ടൺ 1840s വരെയൊക്കെ കോട്ടൺ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആരാ ലീഡ് ചെയ്തത് ഇൻഡസ്ട്രി? മെറ്റൽസ് ആയിട്ടുള്ള ലെഡും അയണൊക്കെ എന്ത് ചെയ്തു, ഇൻഡസ്ട്രി ലീഡ് ചെയ്തു. വിത്ത് ദി എക്സ്പാൻഷൻ ഓഫ് റെയിൽവേസ് ഇൻ ഇംഗ്ലണ്ട് ഫ്രം ദ 1840s and the colonies from the 1860s, the demand for iron and steel increased റാപ്പിഡ്ലി. അപ്പൊ ഫസ്റ്റ് 1840 വരെ ആരാ ലീഡ് ചെയ്തത്, ഇൻഡസ്ട്രി ലീഡ് ചെയ്തത് കോട്ടൺ ആയിരുന്നു. അതിനുശേഷം റെയിൽവേസ് ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി അല്ലെ. ഇംഗ്ലണ്ടിലാണെങ്കിലും 1840s റെയിൽവേ ഉണ്ടായി. 1860 മുതൽ ഇംഗ്ലണ്ടിന്റെ കോളനീസ് അല്ലെ, ഇന്ത്യ ഒക്കെ ഇംഗ്ലണ്ടിന്റെ കോളനി ആയിരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്താണ് കോളനീസിൽ എന്ത് ചെയ്യാണ്, റെയിൽവേസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാണ്. റെയിൽവേ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മെറ്റൽസ് വേണം അല്ലെ, സ്റ്റീലൊക്കെ വേണം. അപ്പൊ എന്ത് ചെയ്യാണ്, ഒരു പ്രൊഡക്ഷൻ ഒരു ഇൻഡസ്ട്രി എന്ത് ചെയ്യാണ്, ഡെവലപ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം 1840 വരെ ആരാണ് റൂൾ ചെയ്തത്, കോട്ടൺ ആണ്. അതിനുശേഷം ആരാണ്, മെറ്റൽസ് ആണ്. അതാണ് ഫസ്റ്റത്തെ കാര്യം കേട്ടോ, ഫസ്റ്റ് ഫേസ് അതാണ്. നെക്സ്റ്റ് സെക്കൻഡ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സെക്കൻഡും തേർഡും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യാണ്, അവിടെ മെഷീൻസ് അല്ല കൂടുതലും ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ്സ് തന്നെയാണ് സെക്കൻഡ് ആൻഡ് തേർഡ്. അതുകൊണ്ട് ഞാൻ ഒരുമിച്ച് കൊടുത്തേ. സെക്കൻഡും തേർഡും എന്താണ്, ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ്സ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. The new industries could not easily displace traditional industries. അപ്പം പുതിയ ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ വന്നു അല്ലെ, പുതിയ കാര്യങ്ങളും കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നു. പക്ഷെ അവർക്ക് എന്തിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ട്രഡീഷണൽ ഇൻഡസ്ട്രീനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. Even at the end of the 19th century, less than 20% of the total workspace was employed in technologically advanced industrial sectors. അപ്പം 19th century ആയിട്ട് പോലും 20%-നേക്കാളും താഴെയാണ് എന്തുള്ളൂ മക്കളെ, വർക്ക് സ്പേസ് വാസ് എംപ്ലോയ്ഡ് ഇൻ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്. അപ്പോഴവിടെ ആരാണ് ഗൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്? സെക്കൻഡ് പേസിലാണെങ്കിലും ആരാണ് ലീഡ് ചെയ്യുന്നത്? ഓക്കെ, ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ആണ്. മെഷീനറീസിന്റെ ഇൻവോൾവ്മെന്റ് വരുന്നില്ല. ആൻഡ് തേർഡ് നിങ്ങൾ നോക്കൂ, the pace of change in the traditional industries was not set by steam powered cotton or metal industries, but they did not remain entirely stagnant either. അപ്പൊ തേർഡ് പേസ് ആയ സമയത്ത് അഡ്വാൻസ്മെന്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ.
അഡ്വാൻസ് ആയിട്ട് മെഷീൻസും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചേഞ്ചസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ എന്താണ്, സെക്കൻഡ് പോലെയല്ല, കുറച്ചും കൂടി എന്തുണ്ട്, ബെറ്റർമെന്റ് ഉണ്ട്. സെക്കൻഡിലാണെങ്കിൽ ആര് മാത്രമേ ഉള്ളൂ, ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് മാത്രമേ ഇതാവുന്നുള്ളൂ. തേർഡിലും എന്ത് തന്നെയാണ്, ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഉണ്ട്, പക്ഷെ മറ്റേതും കുറച്ചൊക്കെ ഉണ്ട്. ഓക്കെ, മെഷീൻസിന്റെ ഇൻവോൾവ്മെന്റും ഉണ്ട്. ആൻഡ് ഫോർത്ത് എന്ന് പറയുന്നതാണ് ടെക്നോളജിക്കൽ ചേഞ്ചസ് ഒക്കേർഡ് സ്ലോലി. ചെറിയൊരു ടെക്നോളജിന്റെ ചേഞ്ച് അവിടെ കാണുന്ന ഒരു പേസ് ആണ് ഫോർത്തിൽ, അല്ലെ? ചെറിയൊരു ടെക്നോളജിന്റെ ഒരു ഡെവലപ്മെന്റ് നമുക്ക് ഫോർത്തിൽ കാണാൻ വേണ്ടി പറ്റും. They did not spread dramatically across the industrial landscape. New technology was expensive. ഞാൻ പറഞ്ഞു എക്സ്പെൻസീവ് ആണ് പുതിയ ടെക്നോളജി എന്ന് പറയുന്നത്. And merchants and industrialists were cautious about using it. The machine often broke down and repair was costly. അപ്പം മെഷീൻസ് വന്നു കഴിഞ്ഞാൽ മെർച്ചൻസ് ഉണ്ട്, ഇൻഡസ്ട്രിയലിസ്റ്റ് ഉണ്ട്, ഇവർക്കൊക്കെ എന്താണ്, മെഷീൻസ് ഓൾറെഡി കോസ്റ്റ്ലി ആണ്, അതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ്ലി ആണ്, അതിന് കുറെ കോഷൻസും പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഫോർത്ത് ആണെങ്കിൽ പോലും ചെറിയൊരു എന്തുണ്ട്, ടെക്നോളജിക്കൽ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും കാര്യങ്ങൾ അതിൽ എന്ത് ചെയ്യണം, മെഷീൻസ് വരുന്ന സമയത്ത് ആദ്യമായിട്ട് ഒരു സാധനം വരികയാണ്, അല്ലെ? ആദ്യമായിട്ട് മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഫസ്റ്റ് ടൈം ആയിട്ട് വരികയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. പക്ഷെ ഹാൻഡ് മെയ്ഡ് ആകുമ്പോൾ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല, അല്ലെ? റോ മെറ്റീരിയൽസ് അവർക്ക് കൊണ്ടുപോയി കൊടുത്താൽ മതി, അവർ തന്നെ എന്ത് ചെയ്തോളും. അപ്പൊ ആ ഒരു ഡിഫറൻസ് ആണ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. സോ ജെയിംസ് വാട്ട് improved the steam engine produced by Newcomen and patented the new engine in 1781. His industrialist friend Matthew Boulton manufactured the new model, but for years he could not find buyers. അപ്പം എന്താ സംഭവിച്ചത്? 4 പേസസ് ആയിട്ട് നമ്മൾ പറഞ്ഞു, അല്ലെ? 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റിൽ എന്താ പറഞ്ഞത്? ആരാ ലീഡ് ചെയ്യുന്നത്? കോട്ടൺ ആയിരുന്നു ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് 1840s വരെ. അതിനുശേഷം ആര് ലീഡ് ചെയ്തു? മെറ്റൽ ഇൻഡസ്ട്രി, അല്ലെ? എന്തുകൊണ്ടാണ് മെറ്റൽ ഇൻഡസ്ട്രി ലീഡ് ചെയ്തത്? റെയിൽവേസ് ഒക്കെ ഫോം ചെയ്തു. ഇംഗ്ലണ്ടിലും ഫോം ചെയ്തു. ഇംഗ്ലണ്ടിന്റെ കോളനീസിലൊക്കെ റെയിൽവേസ് വന്നു. അപ്പൊ എന്ത് ചെയ്തു? ഫസ്റ്റ് കോട്ടൺ ആയിരുന്നു ലീഡ് ചെയ്തത്, പിന്നെ അത് മെറ്റൽസ് ലീഡ് ചെയ്തു. സെക്കൻഡ് ആൻഡ് തേർഡ് ആണെങ്കിലും എന്താ പോയത്? സെക്കൻഡ് ആൻഡ് തേർഡ് പേസിൽ എന്താ പോയത് മക്കളെ? ട്രഡീഷണൽ മെത്തേഡ്സ് തന്നെയാണ്, അല്ലെ? ട്രഡീഷണൽ മെത്തേഡ്സ്, അല്ലെ? ആൻഡ് ഫോർത്തിലാവുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? കുറച്ചും കൂടി എന്തായി? ഡെവലപ്ഡ് ആയി, അല്ലെ? ചെറിയൊരു മെക്കാനിക്കൽ ഡെവലപ്മെന്റ്, അല്ലെ? ചെറിയൊരു മെഷീൻസിന്റെ ഒക്കെ ചെറിയൊരു ഡെവലപ്മെന്റ് നമുക്ക് ഫോർത്തിൽ കാണാൻ വേണ്ടി പറ്റും. റീസൺ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഈ മെഷീൻസ് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആണ്, അല്ലെ? മെഷീൻസ് വാങ്ങിക്കാനൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. ആൻഡ് അതിന്റെ മെയിൻ്റനൻസും എന്താണ്? കോസ്റ്റ്ലി ആണ്. അപ്പം ജെയിംസ് വാട്ട് ന്യൂകമൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റീം എഞ്ചിൻ ഉണ്ടായിരുന്നു. അതിനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്തിട്ട് അത് പേറ്റന്റ് എടുത്തു ഇൻ 1781. എന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ് ഓൾസോ ഒരു ഇൻഡസ്ട്രിയൽ ഫ്രണ്ട് ആയിട്ടുള്ള മാത്യു ബോൾട്ടൺ എന്ത് ചെയ്തു? ഒരു ന്യൂ മോഡല് ഫോം ചെയ്തു. പക്ഷെ ഇതിനൊന്നും എന്തുണ്ടായില്ല, അവരിങ്ങനെ മെഷീൻസ് ഒക്കെ ഫോം ചെയ്തു എന്നല്ലാതെ ഇത് വാങ്ങിക്കാനൊന്നും ആൾക്കാരുണ്ടായിരുന്നില്ല. കാരണം എന്താ? ഭയങ്കര പൈസയാണ്, അല്ലെ? മെഷീൻസ് ഒക്കെ വാങ്ങിച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തില്ല, വാങ്ങിക്കാനുള്ള ആൾക്കാരെ ഒന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. At the beginning of the 19th century, there were no more than 321 steam engines all over England. അപ്പം 19th century തുടങ്ങിയ സമയത്ത് അവിടെ 321 കൂടുതൽ സ്റ്റീം എഞ്ചിൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. 321. Of these, 80 were the cotton industries, 9 in wool industries, and the rest in mining, canal work and iron works. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. 321 മാത്രമേ 19th സെഞ്ച്വറിന്റെ ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റീം എഞ്ചിൻസിന്റെ കാര്യം. അപ്പം ആ ഒരു കേസാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ ഇപ്പൊ എവിടെ നമ്മൾ എത്തി നിൽക്കുന്നത്? ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ചാപ്റ്റർ. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് കണ്ടത്.
പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർച്ചൻസ് എന്ത് ചെയ്യാണ്, കൺട്രി സൈഡിൽ വന്നിട്ട് ആൾക്കാരുടെ കയ്യിൽ എന്ത് കൊടുക്കുകയാണ്, അവന് വേണ്ട സാധനങ്ങൾ, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് അവരോട് അതിന്റെ പ്രോഡക്ട്സ് ഉണ്ടാക്കി തരാൻ വേണ്ടി പറയുകയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യും, ടൗണിൽ കൊണ്ടുപോയിട്ട് വിൽക്കും. അതായിരുന്നു അവരുടെ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷെ ടൗൺ എന്തായിരുന്നു, ആരായിരുന്നു റൂൾ ചെയ്തിരുന്നത്, ഗിൽഡുകളായിരുന്നു റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് അവിടെ പ്രോഡക്ട്സ് ഒന്നും കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ അവർ തിരിച്ച് കൺട്രി സൈഡിൽ വന്നിട്ട് ഇതിന്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങോട്ടേക്ക് മാറി, ഒരു ലണ്ടനിലേക്ക് അവർ മാറുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ കൺട്രി സൈഡിലുള്ള ആൾക്കാരും ഈ മർച്ചൻസും തമ്മിൽ നല്ലൊരു കോപ്പറേഷൻ അവിടെ വരികയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് ലീഡ് ചെയ്ത കാര്യങ്ങൾ അല്ലെ, ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് കടന്നു പോയത്. ഫസ്റ്റ് എന്താ സംഭവിച്ചത്, ഫസ്റ്റ് അവിടെ കോട്ടൺ ഇൻഡസ്ട്രി ആയിരുന്നു ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ കുറച്ച് മെറ്റൽ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. സെക്കൻഡ് ആൻഡ് തേർഡ് ഫേസ് ആയ സമയത്തും എന്താണ്, അവിടെ ട്രഡീഷണൽ മെത്തേഡ്സ് തന്നെയായിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത്. ആൻഡ് ഫോർത്ത് ഫേസ് ആയ സമയത്ത് എന്ത് സംഭവിച്ചതോ, കുറച്ചും കൂടെ ഒരു മെഷീന്റെ ഒരു ഇൻവോൾവ്മെന്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഈ സ്റ്റീം എഞ്ചിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മർച്ചൻസോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റിനോ ഒന്നും കാണാൻ വേണ്ടി പറ്റിയില്ല. കാരണം എന്തുകൊണ്ടാ പറ്റാതിരുന്നത്, അവര് ഭയങ്കര ഹൈ കോസ്റ്റ് ആണ്, മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പാടാണ്. അപ്പൊ എന്ത് ചെയ്തു, ട്രഡീഷണൽ മെത്തേഡ് ആണെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. ആൾക്കാർ എന്ത് ചെയ്തോളും, ഉണ്ടാക്കി തന്നോളും, അതിന് വേണ്ട സാധനങ്ങള് കൊടുത്താൽ മാത്രം മതി. അപ്പം ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തില്ല, മെഷീൻസ് എന്ത് ചെയ്തില്ല, കൂടുതലായിട്ടും പ്രിഫർ ചെയ്തില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഒരു സെഷനിൽ ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞത്. അതിനു മുമ്പേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ, 2 ഇമേജസ് ഒക്കെ ടെക്സ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു, ഡിസ്കസ് ചെയ്തു. നന്നായിട്ട് പഠിക്കുക കേട്ടോ. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ഒരു കാര്യം മനസ്സിലായാൽ മാത്രമേ നമുക്ക് ചാപ്റ്ററിന്റെ ബാക്കി കാര്യങ്ങൾ ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഇത്രയും പോർഷൻസ് മനസ്സിലാക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് വേറൊരു സെക്ഷനിൽ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.